കുവൈത്തിലെ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. കുവൈത്തിലെ അൽ റഖി മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു ഫ്ളാറ്റിലെ 2 അപ്പാർട്ട്മെന്റുകളാണ് തീപിടിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. സുരേഷ് വെല്ലുമറ്റം വിവരങ്ങളുമായിട്ട്. സുരേഷ്, എപ്പോഴായിരുന്നു അപകടം? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യക്കാരോ മലയാളികളൊക്കെ താമസിക്കുന്ന ഇടമാണോ? ദിവിഷ്, സന്ധ്യ ഇന്ന് പുലർച്ചെയാണ് അഗ്നിബാധ ഉണ്ടായത്. നേരത്തെ സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റിലെ അൽ റഖിയ മേഖലയിൽ ബഹുനില കെട്ടിടത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലായിരുന്നു അഗ്നിബാധ. ഈ തീപിടുത്തത്തിൽ 2 അപ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിൽ നമ്മളെ ഒക്കെ വല്ലാതെ പേടിപ്പിച്ച വലിയൊരു ദുരന്തം നടന്ന സ്ഥലം കൂടിയാണ് കുവൈറ്റ് മംഗം അഗ്നിബാധ. 29 പേര്, മലയാളികളടക്കം നിരവധി മലയാളികളടക്കം 29 പേർ മരിച്ച ആ ഒരു അപകടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇതും. കാരണം തീപിടുത്തം ഉണ്ടാകുന്നത് രാത്രിയാണ്. മാത്രമല്ല, ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 6 പേർ മരിച്ചു എന്നാണ്. 6 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരം. ഈ മരിച്ച 6 പേരിൽ 3 പേർ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയാണ് മരിച്ചത്. ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് 3 പേരുടെ മൃതദേഹം താഴെ ചിന്നിച്ചിതറി കിടക്കുന്നത് കണ്ടു എന്നിങ്ങനെ. തീ ആളിപ്പടരുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി താഴേക്ക് ചാടിയവരാണ് ഈ 3 പേരും. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടത്തിൽ മരിച്ചവരെല്ലാവരും തന്നെ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. ഏത് രാജ്യം എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ ഇനി മൃതദേഹങ്ങളുടെ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ഈ ഡെലിവറി ബോയ്സ് ഒക്കെ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അൽ റഖിയ മേഖല. അവിടെയാണ് ഈ കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായത്. മലയാളികൾ ആരും അപകടത്തിൽപ്പെട്ടതായിട്ട് ഇതുവരെ വിവരമില്ല. ആ സ്ഥലത്ത് കൂടുതലായിട്ട് താമസിക്കുന്നത് ഇതുപോലുള്ള ആഫ്രിക്കൻ വംശജര്, അതോടൊപ്പം തന്നെ നേപ്പാളിൽ നിന്നുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ശരി സുരേഷ്, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. കുവൈത്തിലാണ് അൽ റഖി മേഖലയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേർ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയവർക്കാണ് മരണം സംഭവിച്ചത്. ആഫ്രിക്കൻ സ്വദേശികളാണ് മരിച്ചവർ എന്ന് പറയപ്പെടുന്നു. മലയാളികൾ, ഇന്ത്യക്കാരൊന്നും നിലവിൽ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.